ഇന്ന് ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ചികിത്സയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുള്ള ഒരു രോഗമാണ് സ്ട്രോക്ക്. എന്ത് തോന്നുന്നു സ്ട്രോക്കിൻ്റെ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾ? നമ്മൾ MBBS കഴിഞ്ഞിട്ടിപ്പോൾ 25 വർഷമായി അല്ലേ? കയറിയിട്ട് 25 വർഷമായി. ഒരുപാട് മാറ്റങ്ങൾ. അതായത് നമ്മൾ പണ്ട് ഒരു സ്ട്രോക്ക് വന്ന രോഗിക്ക് ഒരു ആസ്പിരിൻ കൊടുത്ത് കിടന്നിരുന്ന രോഗിയിൽ നിന്ന് രക്തക്കട്ട അലിയിക്കാനുള്ള ചികിത്സ വന്നു. പിന്നെ രക്തത്തിലെ ബ്ലോക്ക് എടുത്തു മാറ്റാൻ ഉള്ള മെക്കാനിക്കൽ ത്രോംബക്ടമി വന്നു. എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടെയാണ് സ്ട്രോക്ക് ചികിത്സയെ തന്നെ നോക്കിക്കാണുന്നത്. കാരണം സ്ട്രോക്ക് ഒരു കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഒരു 25 കൊല്ലം മുമ്പ് സ്ട്രോക്ക് വന്ന രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ സിനിമയിലൊക്കെ ക്ലീഷേ കാണുന്ന വയസ്സായ അച്ഛൻ ഒരു കട്ടിലിൽ തളർവാദം പിടിച്ച് കിടക്കുന്നു, മുന്നോട്ടൊരു ജീവിതമില്ല, വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഭാരം പോലെ ഇങ്ങനെ കാണിക്കുന്ന ഒരു അസുഖമായിരുന്നു സ്ട്രോക്ക്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ഇന്നത്തെ സ്ഥിതിയിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ വന്ന ചികിത്സയിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്ന മറ്റൊരു രോഗം മെഡിക്കൽ സയൻസിൽ ഉണ്ടാവില്ല. കാരണം അതുപോലെയാണ് ചേഞ്ചസ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് രക്തക്കട്ട അലിയിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് അത് 96-ലാണത് അപ്രൂവ് ആവുന്നത്. ഏകദേശം 98-2000 തന്നെ അത് കേരളത്തിൽ വന്നെങ്കിലും ഇന്നത്തെ അളവിൽ അത് അത്രയും ഈ തോതിൽ എല്ലാവരിലും അത് എത്തുന്നത് ഏകദേശം കഴിഞ്ഞ ഒരു 10-15 കൊല്ലങ്ങൾക്കുള്ളിൽ മാത്രമാണ്. അതുപോലെ തന്നെ രക്തക്കട്ട നീക്കം ചെയ്യുന്ന ത്രോംബെക്ടമി 2015-ലാണത് ലോകമെമ്പാടും അതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് അപ്രൂവ് ആവുന്നത്. എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ 2015 മുതൽ അത് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അത് അതുപോലെ എല്ലാ രോഗികളിലും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സങ്കടത്തോടെ കാണുന്നൊരു സിറ്റുവേഷൻ. 10%-ലധികം അല്ലേ, 10% താഴെ ആൾക്കാർക്കാണ് ഈ മെക്കാനിക്കൽ ത്രോംബക്ടമി അല്ലെങ്കിൽ ത്രോംബോലൈസിസ് ചികിത്സ ലഭിക്കുന്നുള്ളൂ. അതെ, അർഹതപ്പെട്ടവരിൽ വെറും 10%-ൽ താഴെ മാത്രമാണ്. എന്താണ് അതിനുള്ള കാരണം? പബ്ലിക് അവയർനെസ് ഒരു മേജർ ഫാക്ടറാണ്. കാരണം പലപ്പോഴും നമ്മൾ അവർക്കറിയില്ല ഇത് സ്ട്രോക്ക് ആണെന്ന് തന്നെ ചിലപ്പോൾ തുടക്കത്തിൽ അറിയില്ല. ചിലപ്പോൾ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും അത് അവർക്ക് എവിടെ പോകണം, എന്ത് ചികിത്സ നേടണം എന്നുള്ളതിനെക്കുറിച്ച് രോഗികൾക്കറിയില്ല. ഇതെല്ലാം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ സൈഡിലുള്ളൊരു പോരായ്മ തന്നെയാണ്. കാരണം അവർ അറിയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മളുകൂടെയാണ്, നമ്മളത് പറയുന്നില്ല എന്നുള്ളതും കൂടിയാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി ഇന്ന് കൂടി വരികയാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും ഒരു ന്യൂറോളജിസ്റ്റും ഒരു ഫുൾ ടൈം ന്യൂറോളജിസ്റ്റും ഒരു CT സ്കാനും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ത്രോംബോളൈസ് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ആ ഒരു സ്ഥലത്ത് തന്നെ രോഗി എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു മേജർ ഫാക്ടർ. രണ്ടാമത്തെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇത് ടൈമാണ്. സ്ട്രോക്ക് ചികിത്സയിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സമയമാണ്. ഈ ചികിത്സകളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾക്കൊരു ആദ്യത്തെ ഗോൾഡൻ വിൻഡോ എന്ന് പറയുന്ന ഫസ്റ്റ് 90 മിനിറ്റ്സ്, അതിനുശേഷം ഒരു 3 to 4.5 hours വരെ നമുക്ക് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ത്രോംബെക്ടമി എന്ന് പറയുന്ന ചികിത്സ ആദ്യത്തെ ഒരു 6 hours-ലാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ആ ട്രീറ്റ്മെൻറ്റ് ഗുണം ചെയ്യുന്നത് ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ ഈ സമയത്തിനകത്ത് കറക്റ്റ് അസുഖം തിരിച്ചറിഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത്. അതെ, പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് വളരെ പതുക്കെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കൈയിൻ്റെ തളർച്ച, അല്ലെങ്കിൽ ചെറുതായി കാലിൻ്റെ തളർച്ച, ആദ്യം തന്നെ നമുക്കൊരു ഡിനയൽ മോഡായിരിക്കും. അതെ, ഇപ്പോൾ ഇത് നമുക്ക് വരുന്ന രോഗമല്ല, മറ്റുള്ളവർക്ക് വരുന്ന രോഗമാണെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമുക്ക് അസുഖം വരുന്നവരെ. അപ്പോൾ ഒന്ന് കടന്നുറങ്ങി കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ഇന്നലെ വല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്ന് കരുതി പലപ്പോഴും രോഗികൾ കടന്നുറങ്ങുന്നു. രാവിലെ എണീക്കുമ്പോഴേക്കും ശരീരം ഫുള്ളായി തളർന്നു പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ പറഞ്ഞ ഗോൾഡൻ അവറും 4.5 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ നഷ്ടപ്പെടുന്നു. അതാണ് ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം. അതെ, എക്സാക്ട്ലി അതൊരു മേജർ റീസണാണ്. കാരണം നമ്മളിപ്പം നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മളത് അതിന് മറ്റു കാരണങ്ങൾ അന്വേഷിക്കും. ഷുഗർ കുറഞ്ഞതാണോ, പ്രഷർ കൂടിയതാണോ, മരുന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ച് നോക്കും, ഉപ്പിട്ട് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ മധുരമിട്ട് വെള്ളം കുടിക്കും, കുറച്ചൊരു വ്യത്യാസം തോന്നും, നമ്മളതിനെ മാറി കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഇത് ദാസ് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വന്ന് നമ്മൾ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരു സൈഡ് ഫുൾ അനങ്ങുന്നില്ല എന്നുള്ളത് രോഗി ശ്രദ്ധിക്കുന്നത്. അപ്പം അത് ഒരു സ്ഥിരം
സിറ്റുവേഷനാണത്. അത് ഈവൻ ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഇപ്പോൾ എൻ്റെ ഒരു സീനിയർ അദ്ദേഹം പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിൽ നിന്ന് പേന വീണ് പോയി. വളരെ പ്രഗത്ഭനായ മിടുക്കനായ ഡോക്ടർ. 45 വയസ്സേ ഉള്ളൂ ഇത് വരുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു രോഗികൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. 10-75 രോഗികളെ കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ മുകളിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ മുകളിൽ തന്നെ റൂമുണ്ട്. അവിടെ പോയി കടന്ന് ഉറങ്ങി 4 മണിക്കൂർ കഴിഞ്ഞ് എണീച്ചപ്പോഴേക്കും തളർച്ച വല്ലാതെ കൂടിയിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ 4.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പൊതുജനങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ ദിബ്ജെന്നും പറയുന്ന പോലെ വേദന ഇല്ലാത്തൊരു വലിയ പ്രശ്നമാണ് അല്ലേ? വേദനയില്ലാത്ത ഹാർട്ട് അറ്റാക്ക് ആകുമ്പോൾ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ബോധേഡാവും. ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കും. ഉടനെ തന്നെ ആശുപത്രിക്ക് പറഞ്ഞെത്തും. സ്ട്രോക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വേദന ഇല്ലാത്തത്. വേദനയില്ല എന്നുള്ളതാണ്. നമുക്കതിനെ നമുക്കൊരു കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ തോന്നൽ. ചെസ്റ്റ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്യില്ലല്ലോ. ഒരു ഭയാനകമായ സിംറ്റം ഇല്ലാത്തതും പലപ്പോഴും പ്രശ്നമാണ്. പിന്നെ സ്ട്രോക്ക് പതുക്കെ ഇവോൾവ് ചെയ്യുന്ന ഒരു രോഗമാണ് അല്ലേ? വളരെ ചെറുതായി തുടങ്ങി പലപ്പോഴും കൂടി ഒരു 12 മണിക്കൂറിലോ ചിലപ്പോൾ 24 മണിക്കൂറിലോ വരെ കൂടി വരാം. അതെ, നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ബലക്കുറവൊക്കെ എത്താൻ ചിലപ്പം 1-2 ദിവസം തന്നെ എടുത്തെന്ന് വരാം. അത്രയും സ്ലോ ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന സ്ട്രോക്കുകളുണ്ട്. ചില സ്ട്രോക്കുകൾ അങ്ങനെയല്ല, പെട്ടെന്ന് മെയിൻ രക്തക്കുഴലൊക്കെ അടയുന്ന സ്ട്രോക്കുകൾ പെട്ടെന്നായിരിക്കും മോശമാകുന്നത്. നിൽക്കുന്ന നിപ്പിൽ ബലക്കുറവും സംസാരത്തിന് ബുദ്ധിമുട്ടും ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന മേജർ സ്ട്രോക്കുകളുണ്ട്. ഇത് 2 സ്പെക്ട്രവും 2 രീതിയിലും ഇത് വരാം. അതിൻ്റെ നമ്മൾ മറ്റേ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമല്ല നമുക്ക് ഒരു സ്ട്രോക്കായിട്ട് കണക്കാക്കേണ്ടത്. ഇതുപോലെ ചെറിയ രീതിയിൽ തുടങ്ങുന്നതും അതും ഒരു സ്ട്രോക്കിൻ്റെ ഉദാഹരണത്തിന് മിനി സ്ട്രോക്ക്, TA എന്ന് പറയുന്ന മിനി സ്ട്രോക്ക്. അപ്പോൾ അത് കൃഷ്ണദാസ് ഡെയിലി അത് ഒ പിയിൽ കാണുന്ന സിറ്റുവേഷനാണ്. നമ്മളെപ്പോഴും ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് പിന്നോക്കം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വന്ന് മാറിപ്പോയിട്ടുണ്ടാകും. അതിനെ നമ്മൾ ഒരു സ്ട്രോക്കായിട്ട് പോലും കണക്കാക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർണിംഗ് സൈൻ ആണല്ലേ? പണ്ട് നമ്മൾ മഴക്കാലത്ത് ഇടി വെട്ടുമ്പോൾ വീട്ടിൽ കറണ്ട് മിന്നി നിൽക്കുമ്പോൾ നമുക്കറിയാം അത് കറണ്ട് അധികം വൈകാതെ പോകുന്ന അതുപോലത്തെ ഒരു സിംറ്റമാണ് TIA അല്ലേ? അതായത് കുറച്ച് നേരത്തേക്ക് ബലക്കുറവ് വരുന്നു, കൈകാലുകൾ തളരുന്നു, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പലപ്പോഴും അത് ശരിയാവുന്നു. അതിൻ്റെ ആ പ്രാധാന്യം ജനങ്ങളിലേക്ക് പലപ്പോഴും എത്തുന്നില്ല. കാരണം നമ്മൾ കാണുന്ന പല സ്ട്രോക്ക് രോഗികൾക്കും അതിൻ്റെ ഒരു മുൻമാസത്തിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത്തരം സിംറ്റംസ് 1-2 തവണയൊക്കെ വന്ന് കാണും. അവരത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ വലിയ സ്ട്രോക്ക് ഒരു പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെ. എന്തൊക്കെയാണ് ഈ സ്ട്രോക്കിൻ്റെ രോഗലക്ഷണങ്ങൾ? എന്തൊക്കെ സിംറ്റംസ് കാണുമ്പോഴാണ് നമ്മൾ ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ പോകേണ്ടത്? നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് പറയുന്ന രോഗലക്ഷണങ്ങളുണ്ട്. അപ്പം ഉദാഹരണത്തിന് നമ്മുടെ ബാലൻസ് പെട്ടെന്ന് ഒരു ബാലൻസ് നഷ്ടപ്പെട്ട് ഒരു സൈഡിലേക്ക് വേച്ച് പോവുക. അല്ലെങ്കിൽ കയ്യിലൊരു സാധനം എടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആയിക്കോട്ടെ എടുത്ത് കുടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനത്തെ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ ആവാം. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ച പെട്ടെന്ന് ബാധിക്കുന്ന രീതിയിൽ അത് 2 രീതിയിൽ വരാം. ഒരു കണ്ണിൻ്റെ മാത്രം കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാവാം. അല്ലെങ്കിൽ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വരുന്നതും ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വസ്തുവിനെ 2ആയിട്ട് കാണുന്ന രീതിയിൽ വരുന്ന രീതി. ഇതൊക്കെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോക്ക് എന്നുള്ള ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ കുഴങ്ങി പോവുക, അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ പറ്റാതെ വരിക, ഉദ്ദേശിക്കുന്ന വാക്കുകൾ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാവാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരുക. നമ്മൾ കേൾക്കുന്ന ആൾക്ക് എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാവത്തില്ല ചിലപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസ് പറയുന്നത്. അതും ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. അതുപോലെ മുഖം ഒരു സൈഡിലേക്ക് കോടുക, ഒരു സൈഡ് നോക്കുന്നുണ്ട്, ഒരു സൈഡ് കറക്റ്റായിട്ട് പോകുന്നു, ഒരു സൈഡിലെ ചുണ്ട് അത് കോടി താഴേക്ക് വീണ് കിടക്കുന്നു, അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം. അതുപോലെ കൈകാലുകൾക്കുള്ള ബലക്കുറവ് ചിലപ്പം കംപ്ലീറ്റ് ബലക്കുറവ് ആവണമെന്ന് തന്നെയില്ല. ചിലപ്പോൾ കയ്യിൽ നിന്നൊരു സാധനം വിട്ടുപോകുന്നതാകും. ദാസ് പറഞ്ഞ പോലെ പേന കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കയ്യിൽ സാധനം പിടിച്ചിരുന്നത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, വീണ്ടും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മുറുക്കം കിട്ടുന്നില്ല, അതാവാം. അല്ലെങ്കിൽ കൈ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കൈ താഴെ വീണ് പോകണം, പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു
ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു വശം തളർന്നു പോകുന്നത് മാത്രമാണ് സ്ട്രോക്ക്. പക്ഷാഘാതമാണ് ഒരു സൈഡ് വശം തളർന്ന്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വശത്തെ തരിപ്പാവട്ടെ, ദീപ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വശത്ത് കാഴ്ച നഷ്ടപ്പെടുന്നതും, ഒരു ബാലൻസ് നഷ്ടമാകുന്നതും, തലകറക്കം വരുന്നതും, രണ്ടായി കാണുന്നതും, ഒരു കണ്ണിലെ കാഴ്ച മൊത്തമായി നഷ്ടപ്പെടുന്നു. ഇതെല്ലാം സ്ട്രോക്കാകും. ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? നമ്മൾ ബി ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമെങ്കിലും അത് അത്ര ഫാസ്റ്റായിട്ട് ജനങ്ങളിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിയിട്ടില്ല. എത്തുന്നുമില്ല. അത് ആ മെസ്സേജ് അവിടെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നില്ല. അപ്പോൾ ബി ഫാസ്റ്റ് എന്നുള്ളതൊരു ഒരു ഓർത്തിരിക്കാനുള്ളൊരു ന്യൂമോണിക്കാണ്. എന്തൊക്കെയാണ് ബി ഫാസ്റ്റിൽ? ബി ഫാസ്റ്റിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ BEFAST. അതിൽ ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാലൻസിൻ്റെ പ്രശ്നമാണ്. എന്ന് പറയുന്ന ഐസൈറ്റ്, കാഴ്ചയുടെ പ്രശ്നമാണ്. ഒരു വശത്തെ കാഴ്ച ഒരു അല്ലെങ്കിൽ വശത്തെ കാഴ്ച അല്ലെങ്കിൽ രണ്ട് കണ്ണിന്റെ ഓരോ വശം. അതെ. അപ്പം ഫാസ്റ്റിനകത്ത് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഡ്രോപ്പ്, ഫേസ് ഇച്ചിരി കൂടി പോവുക. ഒരു സൈഡിലേക്ക് അത് ഡ്രോപ്പ്. ഒരു പക്ഷെ എല്ലാവർക്കും അറിയാം, അത് അത് അപകടമാണ്. ഒരുപാട് പേരും അത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ആംസ് ആൻഡ് ലെഗ്സ്, അത് ആ കൈകളുടെയോ കാലിൻ്റെയോ ബലക്കുറവോ തരിപ്പ് എങ്ങനെയായാലും. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരം. അത് കുഴച്ചിലാവാം, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്തതാവാം, അല്ലെങ്കിൽ സംസാരിക്കുന്നത് മനസ്സിലാവാത്തതാവാം, ഏത് രൂപത്തിലും ആവാം. അവസാനത്തേതാണ് ടി. അതിനകത്ത് ഏറ്റവും പ്രധാനം ടി ആണ്. കാരണം ടൈം. ഇതിൽ എല്ലാ ലക്ഷണങ്ങളും വരണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മളതിനെ സ്ട്രോക്കായിട്ട് കൺസിഡർ ചെയ്ത് ആ സമയം പിന്നെ അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഈ ടൈം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ അല്ലേ? ദാസിന് എന്ത് തോന്നുന്നു? ടൈം തീർച്ചയായും. ഒരു മിനിറ്റിൽ എത്ര? 20 ലക്ഷം. 20 ലക്ഷം കോശങ്ങൾ. 20 ലക്ഷം ന്യൂറോണുകൾ ഒരു മിനിറ്റിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ 4.5 മണിക്കൂർ എന്നുള്ളതും തെറ്റായ സന്ദേശമാണ്. അതെ. ആദ്യത്തെ മിനിറ്റിലെത്തണം, അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിലെത്തണം. കാരണം 4.5 മണിക്കൂറുണ്ടല്ലോ വെച്ച് പതുക്കെ പോകാൻ പറ്റില്ല. കാരണം ഓരോ മിനിറ്റിലും 20 ലക്ഷം ന്യൂറോൺസ് നശിച്ചു പോവാണ് സ്ട്രോക്കിൽ. പെർമനൻ്റ് ആയിട്ട്. തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂറോൺസ് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ തൊലിയിൽ മുറിവുണ്ടായാൽ പുതിയ സെൽസ് ഉണ്ടാവുന്ന പോലെ ന്യൂറോൺസ് പുതുതായിട്ട് വരുന്നില്ല. പിന്നെ ആളുകൾ റിക്കവറി വരുന്നത് പലപ്പോഴും ഈ പ്ലാസ്റ്റിസിറ്റി കൊണ്ടാണ്, മറ്റുള്ള ന്യൂറോൺസ് ആ ജോലി ഏറ്റെടുക്കുക. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ഒരു എമർജൻസി പ്രോബ്ലമാണ്. ഒരു മിനിറ്റിൽ 20 ലക്ഷം ന്യൂറോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഇത് പറഞ്ഞ പോലെ എത്ര ചെറിയ സിംറ്റാണെങ്കിലും, നമ്മളൊരു 60-70 വർഷം ജീവിച്ച് ഒരിക്കൽ പോലും നമ്മൾ ബാലൻസ് തെറ്റിയിട്ട് അങ്ങനെ വേച്ച് പോയിട്ടില്ലേ? നമുക്കൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വീണ് പോയിട്ടില്ല. നമ്മുടെ കാലിൽ നിന്ന് ചെരുപ്പ് വെറുതെ ഊരിപ്പോവില്ല. നമ്മുടെ ഒരു സൈഡിലെ കാഴ്ച പെട്ടെന്ന് ഒരിക്കലും മങ്ങിപ്പോയില്ല. എന്ത് സിംറ്റം വന്നാലും അത് എത്ര കുറച്ച് നേരം നിന്നും മാറിയാലും നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണം. കാരണം അതൊരു സൂചനയാണ്, ഒരു എന്താ പറയുക, ഒരു ദൈവാനുഗ്രഹമാണ് TIA. കാരണം എല്ലാവർക്കും ആ ദൈവാനുഗ്രഹം കിട്ടിക്കൊള്ളുന്നില്ല. ആദ്യത്തെ വരവിനെ മൊത്തമായി തളർന്നു പോയി എന്നേക്കുമായി കടപ്പിലാകാം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ TIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും രോഗികളോട് പറയാറുള്ളത് അത് ദൈവം നൽകുന്ന ഒരു സൂചനയാണ്. അത് നമ്മൾ ആ റെസ്പെക്റ്റോടെ കണ്ട് എത്രയും പെട്ടെന്ന്, ചെറുതായിട്ടൊന്ന് കൈ പാളിയാൽ, ചെറുതായിട്ടൊന്ന് സാധനം വീണ് പോയാൽ, കുറച്ച് നേരത്തേക്ക് കാഴ്ച മങ്ങിപ്പോയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണം അല്ലേ? അപ്പോൾ സ്ട്രോക്കിൻ്റെ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ സ്ട്രോക്കുകൾ എത്ര തരത്തിലുണ്ട്? സ്ട്രോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്ന ഏതൊരു അവസ്ഥേനെയും സ്ട്രോക്ക് എന്നാണ് നമ്മളൊരു കോമൺ ടേമിലാണ് പറയുന്നത്. ഇപ്പം രക്തയോട്ട തടസ്സം 2 രീതിയിൽ വരാം. ഒന്ന്, ആ രക്തം സപ്ലൈ ചെയ്യുന്ന പൈപ്പിലുള്ള ബ്ലോക്ക്, രക്തക്കുഴലിലുള്ള ബ്ലോക്ക് ആവാം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത് ഈ രക്തക്കുഴൽ പൊട്ടി രക്തം പുറത്തേക്ക് വന്ന് തലച്ചോറിൽ രക്തസ്രാവമായിട്ട് വരാം. അതിനെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇഷ്കീമിക് സ്ട്രോക്കിലാണ്. കാരണം 80% സ്ട്രോക്കുകളും ഇഷ്കീമിക് സ്ട്രോക്കാണ്, 20% സ്ട്രോക്കുകളാണ് ഹെമറാജിക് സ്ട്രോക്കുകൾ. പക്ഷേ വന്ന് ആദ്യത്തെ മണിക്കൂറുകളിൽ മരണം സംഭവിക്കുന്നത് ചിലപ്പം ഹെമറാജിക് സ്ട്രോക്ക് ആയിരിക്കാം. അപ്പം രണ്ടും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റ് വൈസും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നടന്നിരിക്കുന്നത് ഇഷ്കീമിക് സ്ട്രോക്കിലാണ്. നമുക്ക് കൂടുതലും കാണുന്നത് ഇഷ്കീമിക് സ്ട്രോക്കിലാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഈ ത്രോംബോലൈസിസ് ചികിത്സയും മെക്കാനിക്കൽ ത്രോംബെക്ടമി, രക്തക്കൊട്ട എടുത്തു മാറ്റുന്ന മെക്കാനിക്കൽ ത്രോംബെക്ടമി തുടങ്ങിയ ചികിത്സയെല്ലാം ഇസ്കീമിക് സ്ട്രോക്കിലാണ് അല്ലേ? ഹെമറാജിക് സ്ട്രോക്കിൽ എന്തൊക്കെ നൂതന ചികിത്സകൾ
കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? ഉണ്ട്. പക്ഷേ അതിനകത്ത് അത്രയും അങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇല്ല. കാരണം ഇപ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് അത് ഫിറ്റ്സ് വരാതെയും നീര് കുറയാനും BP കൺട്രോൾ ചെയ്തുമൊക്കെ നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പം വലിയ ബ്ലീഡിംഗ് ആണ് തലച്ചോറിൽ വരുന്നത്, തലച്ചോറിൽ പ്രഷർ കൂടി നിൽക്കുകയാണ്, തലച്ചോറിലെ മറ്റ് കോശങ്ങളെയൊക്കെ ഡാമേജ് ആകുന്ന രീതിയിൽ ഒരു വലിയ നീർക്കെട്ടുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സർജറിയിലേക്ക് പോകണം. സർജറി എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ സർജറി ചെയ്ത് ആ രക്തക്കട്ട അവിടെ കെട്ടിക്കിടക്കുന്നതിനെ രക്തസ്രാവം വന്ന് കട്ട പിടിച്ച് കിടക്കുന്ന രക്തക്കട്ട അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഇസ്കീമിക് സ്ട്രോക്ക് ആണോ അതോ ഹെമറാജിക് സ്ട്രോക്ക് ആണോ എന്ന്? നമുക്ക് ചില സൂചനകൾ നമുക്ക് ഇതിന് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ട് തുടങ്ങി ക്രമേണ പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇഷ്കീമിക് സ്ട്രോക്ക് ആയിരിക്കാനാണ് ചാൻസ്. ഈ നമ്മൾ വേദനയുടെ കാര്യം പറഞ്ഞു. അപ്പം തലവേദന, ശക്തമായ തലവേദന വന്നിട്ട് ബലക്കുറവും കാര്യങ്ങളും ഒക്കെ വരുന്ന രീതി അത് കൂടുതലും നമ്മൾ കാണുന്നത് ഹെമറാജിക് സ്ട്രോക്കിലാണ്. അതുപോലെ നമ്മൾ അപസ്മാരം, സ്ട്രോക്കിനോടൊപ്പം അപസ്മാരം വരുന്നതും കൂടുതൽ കാണുന്നത് ഹെമറാജിക് സ്ട്രോക്കിലാണ്. തുടക്കത്തിൽ ഇഷ്കീമിക് സ്ട്രോക്കിലും വരാം അപസ്മാരം, പക്ഷേ തുടക്കത്തിൽ അപസ്മാരമായിട്ട് വരുന്ന അല്ലെങ്കിൽ ശക്തമായ തലവേദനയോടെയൊക്കെ വരുന്നത് കൂടുതലും നമ്മൾ ഹെമറാജിക് സ്ട്രോക്കിലാണ് കാണുന്നത്. പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ ഒരാൾ ഒരു തളർച്ചയുമായിട്ട് വരുമ്പോൾ അത് ഇസ്കീമിക് ആണോ ഹെമറാജിക് ആണോ എന്നറിയണമെങ്കിൽ സ്കാൻ തന്നെ വേണം. നമ്മളങ്ങനെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തുടങ്ങാനാവുന്ന സിറ്റുവേഷൻ അല്ല. കാരണം വിപരീത ദിശയിലാണല്ലേ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഒരു സ്കാനിലാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. കാരണം രണ്ടും ദാസ് പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒന്നിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് മറ്റേതിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതിന് നമ്മൾ അഡ്വൈസബിൾ അല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഒരു സ്കാൻ എടുത്ത് ബ്ലീഡിങ് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ ക്ലിനിക്കലി നമ്മൾ ഉള്ള ഡിഫറൻസുകൾക്കപ്പുറം ഒരു CT സ്കാൻ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്ന രോഗികൾ എത്രയും പെട്ടെന്ന് ഒരു മിനിമം ഒരു CT സ്കാൻ ഉള്ള ഒരു ആശുപത്രിയിലെങ്കിലും എത്തിച്ചേരേണ്ടത് വളരെ പ്രധാനമാണ്. അതെ അതെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ്. അതെ 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 അതെ. നമ്മളെവിടെ പോയിട്ട് ഈ സ്ട്രോക്കിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോഴും പൊതുജനങ്ങളിൽ വരുന്ന ഒരു 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 സ്ഥിരം ചോദ്യമാണ് സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? എന്താണ് ദാസിൻ്റെ അഭിപ്രായം? എന്താണ് ഉത്തരം പറഞ്ഞ അതായത് പലപ്പോഴും സ്ട്രോക്കിന് ഫസ്റ്റ് ആകെ ഒരു എയ്ഡേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തുക, അതാണ് സ്ട്രോക്കിൻ്റെ ഫസ്റ്റ് എയ്ഡ്. പക്ഷേ പലപ്പോഴും ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ലേ, സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ് ഇല്ലേ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെയാണ്. സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ ഫസ്റ്റ് എയ്ഡ്. അതിനുള്ള കാരണം ഈ പറഞ്ഞ പോലെ സമയം, ഒരു മിനിറ്റിൽ 20 ലക്ഷം ന്യൂറോൺസ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും സമയമില്ല. അതിന് നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഡാമേജ്, മേജർ ഡാമേജിൽ സംഭവിക്കും. സ്ട്രോക്കിൻ്റെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് ഇന്നവിടെ പറയാം, ഉറക്കം വിളിച്ച് പറയാം. സ്ട്രോക്കിൻ്റെ ഫസ്റ്റ് എയ്ഡ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്കിൻ്റെ പലതരത്തിലുള്ള സ്ട്രോക്കുകൾ കണ്ടു, എന്താണെന്ന് പറഞ്ഞു, നമ്മൾ സിംറ്റംസിലേക്ക് പോയി. ഇനി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തരംതിരിക്കുന്നത് ഇസ്കീമിക് ആണോ ഹെമറാജിക് ആണോ എന്നുള്ളത് സ്കാൻ വെച്ചിട്ടാണ്. അത് CT സ്കാൻ ആണോ MRI സ്കാൻ ആണോ എന്നുള്ളത്? മേജർ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് CT സ്കാൻ തന്നെയാണ്. കാരണം അത് ഫാസ്റ്റാണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്, നമുക്ക് ഒരു 2 മിനിറ്റിനകത്ത് ചീപ്പറാണ്, കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ പേഷ്യൻസിനെ ഒത്തിരി ഇളകി കഴിഞ്ഞാലും നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. 2 മിനിറ്റ് 3 മിനിറ്റിനകത്ത് കൊണ്ട് ഒരു CT സ്കാൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഒരു MRI ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമം 10 to 15 മിനിറ്റ്സ് സ്കാനിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും സമയമാണ്, നമ്മൾ റേസ് അഗൻസ്റ്റ് ടൈം എന്നുള്ളതാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് CT സ്കാനാണ് അവൈലബിൾ, അല്ലാതെ MRIക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. CT സ്കാൻ എടുത്ത് നമ്മളതിൻ്റെ നോക്കി ബ്ലീഡിങ് ഇല്ല എന്ന് കണ്ടിട്ട് പിന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നാണ് നമ്മളൊന്ന് ശ്വാസം എടുക്കുന്നത്. അത് ഒരു പക്ഷേ ആളുകൾക്കെല്ലാം വളരെ ഒരു അത്ഭുതമായിരിക്കും അല്ലേ. എല്ലാവരും പറയുന്ന MRI ആണ് കൂടുതൽ ക്ലിയർ, CT സ്കാനെക്കാട്ടിലും എപ്പോഴും നല്ലത് MRI എന്നായിരിക്കും പൊതുവേ ജനങ്ങൾക്കിടയിലും ഈവൻ ഡോക്ടർമാരുടെ ഇടയിലും ഉള്ള അഭിപ്രായം. ആൻഡ് അത് ഒരു കണക്കിന് ശരിയാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് CT MRIയെക്കാട്ടിലും അഡ്വാൻറ്റേജ് ആണ്? ഒന്ന് സമയം, ഓഫ് കോഴ്സ്, കോസ്റ്റ്, അവൈലബിലിറ്റി, ഇതെല്ലാം കിടക്കുമ്പോഴും ഒരു ബ്ലീഡാണോ ഇസ്കീമിക് സ്ട്രോക്ക് ആണോ എന്നേ നമുക്ക് അറിയേണ്ടതുള്ളൂ. നമുക്ക് മിനിമം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് അതിനകത്ത്, കാരണം എൻ്റെ സാർ എപ്പോഴും പറയും സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്.
നമുക്ക് CT അല്ലെങ്കിൽ MRI എടുത്തല്ല സ്ട്രോക്ക് ആണെന്ന് ഉറപ്പിക്കുന്നത്. നമ്മൾ ആ ആളിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് സ്ട്രോക്ക് ആണെന്ന് സംശയിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കാൻ എടുക്കുന്നു, ബ്ലീഡിംഗ് ഇല്ല എന്ന് ഉറപ്പാക്കുന്നു. കറക്റ്റ്. ഇത്രയും കാര്യം ബ്ലീഡിങ്ങിന് മാത്രമേ ഒരു പക്ഷേ MRIയെക്കാട്ടിലും നല്ലത് CT ആയിരിക്കും. ബ്ലീഡിങ്ങിന് എപ്പോഴും നല്ലത് CT സ്കാൻ തന്നെയാണ്. കാരണം CT MRI നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ CT സ്കോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലീഡ്. ബ്ലീഡിങ് അപ്പോൾ നമുക്ക് CT എടുത്ത് ഒരു പക്ഷാഘാതവുമായി വരുന്ന ഒരു വ്യക്തി CT എടുത്ത് ബ്ലീഡ് ഇല്ല എന്ന് എന്ന് നോക്കി മനസ്സിലാവും. CT എടുത്തു കഴിഞ്ഞാൽ CT നോർമലായിരിക്കും. നോർമലായിരിക്കും. ബ്ലീഡിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്കിമിക് സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് ഉടനെ ചികിത്സ, അതെ. 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു, മരുന്ന് കൊടുക്കാം. അത്രയും ന്യൂറോൺസ് രക്ഷപ്പെട്ടു. അത്രേ. പക്ഷേ MRI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇസ്കിമിക് സ്ട്രോക്ക് എത്ര ഏരിയയിലുണ്ട്, എത്ര സ്ഥലത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ വിലപ്പെട്ട 15-30 മിനിറ്റ് അവിടെ പോയി പോകും. കറക്റ്റ്. അപ്പോൾ CT ഒരു രോഗി വരുന്നു, CT എടുക്കുന്നു, ബ്ലീഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ചികിത്സയിലേക്ക് പോകുന്നു. ഇസ്കിമിക് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇസ്കിമിക് സ്ട്രോക്കിൻ്റെ ചികിത്സയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ ഈ പേഷ്യൻ്റ് ആശുപത്രിയിൽ എത്തുകയാണ്, സ്കാൻ ചെയ്യുകയാണ്, ഇത് ഇസ്കിമിക് സ്ട്രോക്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്? അപ്പം നമ്മൾ ആളിൻ്റെ ബുദ്ധിമുട്ട്, നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെഫിസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്ട്രോക്കാണ്, ആളിന് CTയിൽ ബ്ലീഡിങ് ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ അതിനകത്തൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ആ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് IV ത്രോംബോളിസിസ് ആണ്. IV ത്രോംബോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇഷ്കീമിക് സ്ട്രോക്കിൽ വന്ന് അടയുന്ന രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയപ്പം ആൾട്ടിപ്ലേസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ മാത്രമായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് മെഡിസിനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഏതെന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ഇഞ്ചക്ഷൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ അടുത്തത് കടമ്പയെന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് വരാനുള്ള കാരണം മെയിൻ രക്തക്കുഴലിൻ്റെ അടവാണോ ചെറിയ രക്തക്കുഴലിൻ്റെ അടവാണോ എന്നുള്ളതാണ്. കാരണം മെയിൻ രക്തക്കുഴലിൻ്റെ അടവാകുമ്പോഴാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. ചെറിയ രക്തക്കുഴലിൻ്റെ അടവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ബാക്കി മെഡിക്കൽ മാനേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ മെയിൻ രക്തക്കുഴലിൽ അടങ്ങിയിട്ടുള്ള സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ത്രോംബോളിസിസ് കൊണ്ട് മാത്രം അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായെന്ന് വരില്ല. കാരണം മെയിൻ രക്തക്കുഴലിൽ എപ്പോഴും ക്ലോട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ക്ലോട്ട് അലിയിച്ച് കളയുന്ന മെഡിസിൻ അത് കംപ്ലീറ്റ് ആയിട്ട് അലിയിച്ച് കളയില്ല, അത് ആ രക്തക്കുഴൽ ചിലപ്പോൾ തുറക്കില്ല. അതറിയാനാണ് നമ്മൾ അടുത്ത ഇത് CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MRI ആൻജിയോഗ്രാം. നമ്മളിപ്പം അപ്പോൾ നമ്മൾ തുടക്കത്തിലെ ആൻജിയോഗ്രാം ചെയ്യില്ല, CT നോക്കി ബ്ലീഡിംഗ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി മരുന്ന് കൊടുക്കണം. അത്രയും സമയം ലാഭിക്കുകയാണ്. പിന്നെ മരുന്ന് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞ ഉടനെയോ ബ്ലോക്ക് എത്ര വലുതാണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും. അവിടെയും CT ആൻജിയോഗ്രാം കുഴപ്പമില്ല. CT ആൻജിയോഗ്രാം കുറച്ചുകൂടി പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റും. അപ്പം നമ്മളതിനകത്ത് കൂടുതൽ നമുക്ക് രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും CT ആൻജിയോഗ്രാമിൽ. കാരണം നമ്മളതിനകത്ത് കോൺട്രാസ്റ്റ് മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. MRIയിൽ ഒരുപക്ഷെ ചിലപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കറക്റ്റ്. CT ആൻജിയോഗ്രാമിൽ അല്ലെങ്കിൽ MRI ആൻജിയോഗ്രാമിൽ ചെറിയ രക്തക്കുഴലുകളും വലിയ രക്തക്കുഴലിലാണോ ബ്ലോക്ക് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. എന്താ ഈ ചെറിയ രക്തക്കുഴലുകളും വലിയ രക്തക്കുഴലുകളും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴുത്തിൽ നിന്ന് പ്രധാനമായിട്ടും 4 രക്തക്കുഴലാണ് തലച്ചോറിലേക്ക് രക്തയോട്ടം സപ്ലൈ ചെയ്യുന്നത്. 2 എണ്ണം ഇടതും വലതുമായിട്ട് മുൻവശത്തും, 2 എണ്ണം ഇടതും വലതുമായിട്ട് പിൻവശത്തും. അപ്പം ഇതിനകത്ത് നമ്മൾ തലച്ചോറിൽ ഒരു 3 മില്ലിമീറ്റർ മുതൽ 4 മില്ലിമീറ്റർ വരെയുള്ള രക്തക്കുഴലുകളെയാണ് ലാർജ് വെസൽസ് എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയിലുള്ള പ്രശ്നത്തിനാണ് വലിയ രക്തക്കുഴൽ. അതിനാണ് നമ്മൾ മെക്കാനിക്കൽ ബ്ലോക്ക് മാറ്റുന്നത്. അതിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഇതുപോലെയുള്ള മെക്കാനിക്കൽ പോലെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുന്നത്. അതിലും ചെറിയ രക്തക്കുഴലിലോട്ട് പോയി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസ് കുറഞ്ഞു വരും. ഒരു 2 മില്ലിമീറ്റർ വരെ ഉള്ള രക്തക്കുഴലിൽ നമ്മൾക്ക് ഒരു
മേജർ രക്തക്കുഴലാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന രക്തക്കുഴലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ സ്റ്റേറ്റ് താഴെ ഹൈവേയിലും നമുക്ക് മെക്കാനിക്കൽ ചെയ്യാം. ഓപ്ഷൻ ഉണ്ട്. വലിയ രക്തക്കുഴലും അതിന് റേസ് ചെയ്യുന്ന കുറച്ച് വലിയ രക്തക്കുഴലുകളിലും നമുക്ക് ഈ ബ്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതിന് താഴെയുള്ള ജില്ലകളിലെയും വില്ലേജുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും റോഡുകളിൽ നമ്മൾ ഈ ബ്ലോക്ക് എടുത്ത് മാറ്റാനുള്ള കത്തീഡ്രലുകളും മറ്റും എത്തില്ല. എത്തില്ല. അവിടെ നമുക്ക് അലിയിക്കാനുള്ള ചികിത്സ മാത്രമേ. അതാണ്, അത് നമ്മൾ ഓൾറെഡി കൊടുത്തു. കറക്റ്റ്. അപ്പോൾ അലിയിക്കാനുള്ള ചികിത്സ എല്ലാവർക്കും പറ്റും. തീറ്റി നോക്കി ബ്ലീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ 4.5 മണിക്കൂറിനുള്ളിൽ 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ. പക്ഷേ വലിയ രക്തക്കുഴലുള്ള ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ത്രോംബോലൈസിസ് ചികിത്സ അത് ഫലപ്രദമാവില്ല, കാരണം വലിയ ക്ലോട്ട് ആവുന്നതുകൊണ്ട്. ആൻഡ് അവർക്ക് നമുക്ക് മെക്കാനിക്കൽ ത്രോംബോക്ടമി എന്ന് ചെയ്യാം. എത്രത്തോളം വിജയകരമാണ് ഈ ത്രോംബോലൈസിസ് ചികിത്സ? അതിന്റെ സക്സസ് റേറ്റ് എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ എത്ര ഏകദേശം അങ്ങനെ പറയാൻ പറ്റും? അതിനകത്ത് നമ്മളിപ്പം ത്രോംബോളിസിസ് ചികിത്സ നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം ലോകമെമ്പാടും നമ്മളൊരു 28 കൊല്ലമായിട്ട് നമുക്കതിൻ്റെ ഡേറ്റ ഉണ്ട്. അപ്പം ഇനീഷ്യൽ തുടക്കത്തിലുള്ള പഠനങ്ങളിലും എല്ലാം തെളിയിച്ചത് ഒരു 100 പേരിൽ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 33 പേർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ വരും. കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ. അത്ഭുതമാണല്ലേ ശരിക്കും. അതിനും നമുക്ക് കുറച്ച് പേർക്ക് രോമാഞ്ചം അതെ, വരുന്നത് അതെ. കേൾക്കുമ്പോൾ. അതെ അതെ അതായത് 1/3 രോഗിക്ക് രോഗിക്ക് തുടക്കത്തിലെ സ്ട്രോക്ക് പൂർണ്ണമായി മാറ്റാൻ മാത്രം കഴിവുള്ളതാണ് ത്രോംബോലൈസിസ്. ത്രോംബോളിസിസ് ട്രീറ്റ്മെന്റ് നിർഭാഗ്യവശാൽ 100 രോഗികൾ 10 രോഗികൾ മാത്രമേ ആശുപത്രിയിലെ ആശുപത്രിയിലെ സമയത്ത് സമയത്ത് എത്തുള്ളൂ. ബാക്കി 90 പേർക്കും ഇത്രയും ഫലപ്രദമായ ചികിത്സ കൊടുക്കാൻ കിട്ടുന്നില്ല അവർക്ക്. കിട്ടുന്നില്ല. അത് തീർച്ചയായും അതിനകത്ത് നമ്മുടെ അറിവില്ലായ്മ അല്ലേ, നമ്മുടെ മിസ്റ്റേക്ക് ആണ് അല്ലേ, അല്ല, ഡോക്ടേഴ്സ് നമ്മൾ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. ഈക്വലി അതിനകത്ത് കാരണം അത് മെസ്സേജ് അവിടെ എത്തുന്നില്ല. ഈ സ്ട്രോക്ക് ദിനമൊക്കെ ആചരിക്കുന്നതിന്റെ ഒരു പ്രധാന റീസൺ ഇത് പരമാവധി ജനങ്ങളിലേക്ക് ജനങ്ങളിൽ എത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ്. അല്ലേ. അത് 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 വളരെ കഷ്ടം തന്നെയാണ് അല്ലേ. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള, അതായത് 3 പേരിൽ ഒരാൾ തുടക്കത്തിലെ പൂർണ്ണമായി, അതായത് എല്ലാ ഇസ്കീമിക് രോഗികൾക്കും നമുക്ക് ഈ ത്രോംബോലൈസിസ് ചികിത്സ കൊടുക്കാം. അതെ. അത് സിവിയർ സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിംറ്റംസ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ആ, സിവിയർ എന്നില്ല, സിഗ്നിഫിക്കന്റ് ആയ significant. സിംറ്റംസ് രോഗിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സിഗ്നിഫിക്കന്റ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കൈയുടെ ബലക്കുറവ് മാത്രം മതി, സംസാരിക്കാനുള്ള കഴിവ്. സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ മാത്രം മതി, അല്ലെങ്കിൽ കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. സ്ട്രോക്ക് ആണ് ആ ആളിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആണത്. തീർച്ചയായും. അപ്പം നമ്മളൊരു കൈയുടെ ബലക്കുറവ് അല്ലെങ്കിൽ കയ്യിൽ മുറുക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു ലക്ഷണം മാത്രം മതി നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. തീർച്ചയായും. ഒരു സൈഡ് മൊത്തം തളർന്നു പോകണമെന്നില്ല. ആൻഡ് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറോ കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായി വലുതായിട്ടുണ്ടാവും, പൂർണ്ണമായിട്ട് തളർന്നു പോകും. അപ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടപ്പെടുകയും ചെയ്യും. കറക്റ്റ്. അപ്പോൾ ചെറിയ രക്തക്കുഴലിലാണ് ബ്ലോക്കെങ്കിൽ നമ്മൾ ഇസ്കിമിക് സ്ട്രോക്കായിട്ട് ത്രോംബോലൈസ് ചെയ്യുന്നു. നമ്മൾ ത്രോംബോലൈസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രക്തക്കുഴലിലെ ബ്ലോക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MR ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ് രക്തക്കുഴലുകളുടെ സ്കാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വലിയ രക്തക്കുഴലിൽ അടവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് ഏറ്റവും നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന മറ്റൊരു സംഭവം അല്ലേ? മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അപ്രാപ്യമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് തലച്ചോറിലെ ബ്ലോക്ക് നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നേരത്തെ മുതലേ അത് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കോംപ്ലിക്കേഷൻസ് കൊണ്ടും അത് അങ്ങനെ ഒരിക്കലും സക്സസ്ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ടെക്നിക്ക് ഡിവൈസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ആൻജിയോപ്ലാസ്റ്റി. നമ്മൾ കാർഡിയോളജിസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ഏകദേശം 90കളുടെ തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ്. അത് ഏകദേശം 30 വർഷത്തിന് മുകളിലായിട്ട് ആൻജിയോപ്ലാസ്റ്റി അവൈലബിൾ ആണ് എല്ലായിടത്തും. പക്ഷേ സ്ട്രോക്കിന് അങ്ങനെ ഒരിക്കലും ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് അത് മാറിയെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എനിക്ക് 2015 ആണ് അല്ലേ 2015 വാട്ടർ ഷെഡ് ഏരിയ. ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ സൈഡ് ക്രോസ് ചെയ്യണ പോലെ നമ്മളൊരു സൈഡിൽ കൂടെ വരുന്നു, ഇത്രയും നേരം നമുക്ക് ഒരു ചികിത്സ, പെട്ടെന്ന് നമ്മൾ മറ്റേ സൈഡിലെത്തുമ്പോൾ പുതിയ ഒരു ഫുൾ ഏരിയ ഓഫ് പുതിയ ചികിത്സകളാണ്. ഹ്യൂജ് ഭയങ്കര difference. ഓപ്ഷനാണ് അത് തുറന്നിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ പല രീതിയിലും അത് നമുക്ക് എപ്പോഴും സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിൽ ഒരു വിലങ്ങുതടിയായിട്ട് നിന്നിരുന്നത് ഇതുപോലെ ലാർജ് വെസൽ സ്ട്രോക്സ്, അതായത് മെയിൻ രക്തക്കുഴലിൽ അടങ്ങി പോകുന്ന സ്ട്രോക്ക് ആയിരുന്നു. അത് ത്രോംബോളിസിസ് ഉണ്ടായിരുന്നിട്ട് പോലും ഏകദേശം 15 കൊല്ലം ത്രോംബോളിസിസ് ഉണ്ടായിട്ട് പോലും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നു.
ഈ ലാർജ് വെസൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആയിട്ടുള്ള ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി അല്ലെങ്കിൽ മിഡിൽ സെർബ്രൽ ആർട്ടറി ഇതിലൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർക്കുണ്ടാവുന്ന മോർബിഡിറ്റി മിക്കവാറും മിഡിൽ സെർബ്രൽ ആർട്ടറിയിലൊക്കെ ഉള്ള രോഗികൾ ഒരു ആജീവനാന്തം കിടപ്പ് ഏറ്റവും മോശം ഔട്ട്കമുള്ള ഒരു അസുഖമാണ് ഈ മെക്കാനിക്കൽ ത്രോംബക്ടമി, ലാർജ് വെസൽ സ്ട്രോക്ക്. ആ ലാർജ് വെസൽ സ്ട്രോക്കിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രോംബോലൈസിസ് ചികിത്സ വലിയ ഫലപ്രദമൊട്ടും അല്ല താനും. അപ്പോൾ ഇത്രയും മോശമായ ഒരു സ്ട്രോക്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ചികിത്സകൾ ഉണ്ടെങ്കിലും ഫലപ്രദമല്ലാത്ത ആ സ്ട്രോക്കിന് ഈ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന ചികിത്സ വന്നതോടുകൂടി എന്ത് മാറ്റമാണ് വന്നത്? എന്താണ് അതിൻ്റെ സക്സസ് റേറ്റ്? നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു സർജറിയാണ്. എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊരു സർജറി അല്ല. നമ്മൾ തലയോട്ടിയിലോ തലച്ചോറിലോ ഒന്നും ചെയ്യുന്നില്ല. കാലിലെ ഒരു രക്തക്കുഴൽ വഴി ബോധം കെടുത്താതെ കാലിലെ ഒരു രക്തക്കുഴൽ വഴി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കയ്യിൽ രക്തക്കുഴൽ സൂചി ഇടുന്ന പോലത്തെ ഒരു സൂചി കാലിലെ രക്തക്കുഴലിടുന്നു. ആ രക്തക്കുഴലിനകത്തൂടെ നമ്മൾ പലതരം കത്തീറ്ററുകളുടെ സഹായത്തോടെ തലച്ചോറിൽ എവിടെയാണോ ബ്ലോക്ക് ആ ബ്ലോക്കിൻ്റെ തൊട്ടരികിലെത്തി ആ ബ്ലോക്ക് ഒരു കത്തീറ്ററിലൂടെ വലിച്ചെടുക്കാൻ ഉള്ള ഓപ്ഷനുണ്ട്, സക്ഷൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ട് ആ സ്റ്റെൻറ്റിൽ ഈ രക്തക്കട്ട കുടുക്കി അത് തിരിച്ചിങ്ങെടുക്കുക. നമ്മൾ കാർഡിയോളജിസ്റ്റ് സ്റ്റെൻറ്റ് ഹാർട്ടിലെ രക്തക്കുഴലിൽ സ്റ്റെൻറ്റ് ഇടുന്ന പോലെ തലച്ചോറിൽ സ്റ്റെൻറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ആ രക്തക്കട്ട ആ സ്റ്റെൻറ്റിൽ കുടുങ്ങി കഴിയുന്നുണ്ട്. സ്റ്റെൻറ്റ് നമ്മൾ തിരിച്ചിങ്ങെടുക്കുകയാണ്. സ്റ്റെൻറ്റ് റിട്രീവർ എന്നാണ് അതിന് പറയുന്നത്. അതായത് സ്റ്റെൻറ്റ് ഇട്ട് അത് റിട്രീവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പൈപ്പ് ക്ലീൻ ചെയ്യുകയാണ്. സക്ഷൻ സംഭവം. അതെ. അപ്പം നമ്മൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ ക്ലോട്ടുകളിലും എത്താൻ പറ്റണമെന്നില്ല. പക്ഷേ 90% കേസുകളിലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. 90% കൂടുതലും. ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ 94% ഒക്കെയാണ് സക്സസ് റേറ്റ് പറയുന്നത്. എത്ര സമയം എടുക്കും ഈ പ്രൊസീജിയർ, ഈ ബ്ലോക്ക് മാറ്റാനുള്ള പ്രൊസീജിയർ? മെജോറിറ്റി കേസുകളിലും ഹാർഡ്ലി 30 മിനിറ്റ്സ്, അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ പ്രശ്നം എന്താണ്? സ്ട്രോക്കിലെ പ്രശ്നം രക്തക്കുഴൽ അടഞ്ഞു പോവുക. ആ അടവ് നമുക്ക് മാറ്റാൻ പറ്റും. ചില കേസുകളിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. ഇപ്പം 80 വയസ്സിനൊക്കെ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ രക്തക്കുഴൽ തന്നെ അത്രയും കാലത്തെ പ്രഷറും ഷുഗറും ഒക്കെ വന്നുള്ളവർക്ക് രക്തക്കുഴൽ തന്നെ അങ്ങ് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ക്ലോട്ടിനോടൊപ്പം അവിടെ ചുരുക്കം കാണും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ക്ലോട്ട് മാത്രമുള്ളൊരു സിറ്റുവേഷനിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഈവൻ ചിലപ്പോൾ 20 മിനിറ്റിനകത്തൊക്കെ തന്നെ കേസ് തീർന്നെന്ന് വരും. അല്ലേ? എന്താണ് അതിൻ്റെ സക്സസ് റേറ്റ്? മെക്കാനിക്കൽ ത്രോംബക്ടമി നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ രക്തക്കുഴൽ അടവ്, ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി, ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി, എന്നേക്കുമായി കടപ്പിലായി പോകുന്ന ഈ രോഗത്തിൻ്റെ സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്ടമി ചെയ്യുന്നത്. ഏറ്റവും മോശം സ്ട്രോക്കിന് എന്താണ് ഇതിൻ്റെ സക്സസ് റേറ്റ്? നമ്മൾ ഇതിനെ ഈ നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്ന് പറയുന്നത് 2.6 ആണ് നമ്പർ നീഡഡ് ടു ട്രീറ്റ്. അതായത് ഏകദേശം 3 പേരിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കംപ്ലീറ്റ് ക്യൂർ അത് വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് 3 മാസത്തിൻ്റെ സമയത്ത് പെർമനൻ്റായിട്ട് കടന്നു പോകുന്നതും ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് 3 പേരിൽ ഒരാളെ നമ്മൾ ത്രോംബോലൈസിസ് വഴി രക്ഷിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 2 പേരിൽ അവിടെ വീണ്ടും ഒരു 3-ൽ ഒരാളെ നമ്മൾ രക്ഷിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 50-60% ആളുകളെ ആദ്യത്തെ 4.5 മുതൽ 6 മണിക്കൂറിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരുവിധം പൂർണ്ണമായ രീതിയിൽ സ്ട്രോക്ക് നമുക്കൊന്ന് മാറ്റാൻ പറ്റും. അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ്, അല്ലേ? അതെ അതെ. മെക്കാനിക്കൽ ത്രോംബക്ടമി എല്ലാ രോഗികൾക്കും ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന് പ്രത്യേകിച്ച് ഈ വലിയ രക്തക്കുഴൽ അടവ് വന്ന എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ 6 മണിക്കൂർ എഗെയിൻ ടൈമാണ് നമ്മുടെ ഏറ്റവും വലിയ. അത് ശേഷം ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ശേഷം ചെയ്യുമ്പോൾ പ്രശ്നം എന്നുള്ളതിനെക്കാട്ടിലും, കാരണം ഇന്നത്തെ നിലയ്ക്ക് നമ്മളതൊരു ഗൈഡ് ലൈൻ ആയിട്ടില്ല. അതായത് എല്ലാവർക്കും ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻ ആയിട്ടില്ല. പക്ഷേ ഈവൻ റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏത് സമയമായാലും ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അത്രയും അതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിട്ടില്ല. അപ്പം ഇന്നത്തെ നമുക്ക് ബെസ്റ്റ്
നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 6 അവേഴ്സിനകത്താണ്. 6 to 24 അവേഴ്സ്, അതായത് 6 മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയത്ത് ഒരു നല്ലൊരു ശതമാനം രോഗികൾക്കും അത് ചെയ്താൽ ഗുണമുണ്ടാകുന്ന രോഗികളുണ്ട്. സെലക്റ്റഡ് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ? എല്ലാവർക്കും ഒരുപോലെ കണ്ണടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ഇതുകൊണ്ട് ഗുണം ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യാൻ ഇതൊരു ഓപ്ഷനാണ്. കാരണം അത് പിന്നെയും അഡീഷണൽ ആയിട്ടുള്ള സ്കാനുകളുടെയൊക്കെ സഹായത്തോടെ പെർഫ്യൂഷൻ സ്കാന്, അതുപോലെ ആൻജിയോഗ്രാമിൽ തന്നെ കൊളാറ്ററൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി, പിന്നെ MRIയുടെ ഒക്കെ സഹായത്തോടെ നമുക്ക് അങ്ങനത്തെ ഉള്ള പേഷ്യൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് AI കാലമാണിന്ന്. AI ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2018 മുതൽ സ്ട്രോക്കിൽ AI ഇങ്ങനത്തെ പേഷ്യൻസിനെ സെലക്ട് ചെയ്യാൻ AI സോഫ്റ്റ്വെയർസ് അന്നേ ഉണ്ട്. അപ്പം റാപ്പിഡ് AI എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെ അതാണ്. അത് 2018 മുതൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഉള്ള ടെസ്റ്റുകളുടെയും അഡീഷണൽ സ്കാനുകളുടെയും AI സോഫ്റ്റ്വെയർസിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് ഈവൻ ഈ 6 പേഷ്യൻ മുതൽ 24 മണിക്കൂർ 24 വരെയുള്ള മണി ചില ആളുകളെയും ഉപയോഗിക്കും ഒരു അല്ലേ? എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സമയം എന്ന് പറയുന്ന ഒരു കടമ്പ മാറും. ഉം, ഉം. 24 എന്നുള്ള കട്ട് ഓഫ് ഒക്കെ മാറും. 24, 48 ആവും. രോഗിക്ക് ഗുണമുണ്ടോ ഗുണമുണ്ടോ ദോഷമുണ്ടോ? ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഗുണമുള്ള പേഷ്യൻ്റാണ് അത് 48 മണിക്കൂറിലായാലും ചിലപ്പോൾ അവർക്ക് ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ആസ് ഓഫ് നോ ഒരു 6 മണിക്കൂറാണ് അതിന്റെ ഐഡിയൽ ടൈം അല്ലേ? എല്ലാവർക്കും ഗുണം ചെയ്യുന്നത് 6 6 മണിക്കൂറിനുള്ളിൽ. മണിക്കൂർ 6 മണിക്കൂർ കഴിയുന്തോറും നമുക്ക് ഈ ചികിത്സയുടെ ഫലം കുറഞ്ഞു വരും. അതിനുള്ള കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിങ് പോലുള്ള കോംപ്ലിക്കേഷൻസ് കൂടും. കോംപ്ലിക്കേഷൻസ് കൂടി വരും. ആഹ് ഇനി നമ്മൾ ത്രോംബോലൈസിസ് കഴിഞ്ഞു അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി കഴിഞ്ഞ ഒരു രോഗിയെ സംബന്ധിച്ച് പിന്നീടുള്ള അവരുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്താണ്? ഇപ്പം നമ്മൾ ചികിത്സ കിട്ടി ഉള്ള രോഗികളും ചികിത്സ കിട്ടാത്ത രോഗികളും. അപ്പം നമ്മൾ ചികിത്സ കിട്ടിയിട്ടുള്ള രോഗികൾക്ക് കംപ്ലീറ്റ് ഒരു ക്യൂർ എന്ന് പറയുമ്പോഴും ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതവർക്കൊരു മേജർ പ്രശ്നമായിരിക്കില്ല. പക്ഷേ കുറച്ച് ഇപ്പം കൈയുടെ വഴക്കം, സംസാരത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ബാക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കും റീഹാബ് ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പം റീഹാബ് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻറ്റിന് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ കിഡ്നി മറ്റവയവങ്ങൾ സംബന്ധമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റീഹാബ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. Day 1 ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു, അവർ ബെറ്ററാണ്, ഇമ്പ്രൂവ്ഡ് ആണ് എന്നെങ്കിൽ Day 2 മുതൽ നമുക്ക് റീഹാബ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് റീഹാബ് നമ്മൾ പറയുന്നുണ്ടെ ഇത് ഫിസിയോതെറാപ്പി മാത്രമല്ല. ഫിസിയോതെറാപ്പി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സോളോ തെറാപ്പി. ഇപ്പം നമ്മൾ അവർക്ക് ഇറക്കാനൊക്കെ ചിലപ്പോൾ കോർഡിനേഷൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. എസ്പെഷ്യലി ആദ്യത്തെ 2-3 ആദ്യത്തെ ഒരു ദിവസത്തിൽ കുറച്ച് ഈ ദിവസം. സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ന്യൂമോണിയ വരാനും അതെ അതെ പലപ്പോഴും ജീവന് തന്നെ ഭീഷണി വരാം. നമ്മൾ ഇത്രയും ചെയ്തത് ചിലപ്പോൾ വെറുതെ വെറുതെ ഒരു ഇൻഫെക്ഷൻ മതി ഇതെല്ലാം അതെ 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 ഈ ഇക്വേഷൻസ് എല്ലാം മാറാൻ. തീർച്ചയായും. അപ്പോൾ ഫിസിയോതെറാപ്പി വളരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തലച്ചോറിലെ സെൽ ന്യൂറോൺസ് അല്ലെങ്കിൽ കോശങ്ങളൊന്നും ഒരിക്കൽ നശിച്ചു പോയാൽ പിന്നെ അവർക്ക് വീണ്ടും വളരാൻ പറ്റില്ല. മറ്റുള്ളവർ ആ ജോലി ഏറ്റെടുക്കണം. അതിനും ഈ ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ഒക്യുപേഷൻ തെറാപ്പി ആയാലും ഫിസിയോതെറാപ്പി എല്ലാം വളരെ പ്രധാനമാണല്ലോ. കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷനാണ് വേണ്ടത്. ഇതുപോലെ ഇപ്പം സ്ട്രോക്ക് നമ്മളിപ്പോൾ ഒരു വൺ മാൻ ഷോ അല്ല, നമ്മൾ ഒരു ടീം വർക്കാണ്. ആ ടീം സ്റ്റാർട്ട് ചെയ്യുന്നത് എമർജൻസി മേളിൽ വരുന്ന പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന എമർജൻസി ഫിസീഷ്യനും എമർജൻസി നേഴ്സും, ഒരുപക്ഷെ ട്രയാജ് നേഴ്സ് മുതലത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രയാജ് നേഴ്സാണ് ആദ്യം ഇതൊരു സ്ട്രോക്ക് ആണെന്നുള്ളൊരു സംശയത്തിൽ, ചിലപ്പം അത് അറിഞ്ഞിട്ടായിരിക്കില്ല അവർ വരുന്നത്, ട്രയാജ് നേഴ്സ് ആയിരിക്കും സ്ട്രോക്ക് ആണെന്നുള്ളൊരു സംശയത്തിൽ നമുക്ക് എമർജൻസിയിലേക്ക് അത് ഇൻഫോം ചെയ്തിട്ട് മാറ്റുന്നത്. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ മറ്റെല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് കോഡ് സ്ട്രോക്ക്. അതാണ് പലപ്പോഴും ആശുപത്രിയിലൊക്കെ എല്ലാവരും കേട്ട് കാണും കോഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണത്? അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ടീമിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കോഡാണ്. ഇപ്പം നമ്മൾ അവിടെയാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് കെയർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് കെയർ സെൻറ്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നു, എമർജൻസിയിൽ ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു,
ടെസ്റ്റുകൾ ഓർഡർ ചെയ്യുന്നു. ഇപ്പം CT ആണെങ്കിൽ പോലും CT എടുക്കുന്നു, CTക്ക് ഡോക്ടർ ഓർഡർ ചെയ്യുന്നു, പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാവും, ബെസ്റ്റ് കേസ് സിനാറിയോ ചിലപ്പം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കാം സ്കാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എമർജൻസി എന്നുള്ളൊരു ഫീല് അവിടെ വരില്ല. നേരെ മറിച്ച് നമ്മൾ കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് കെയർ സെൻറ്റേഴ്സിൽ നമ്മളിതിനൊരു പാത്വേ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോക്ക് സസ്പെക്റ്റഡ് പേഷ്യൻ്റ് വരികയാണ്, സ്ട്രോക്ക് ആണെന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോഡ് സ്ട്രോക്ക് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് പോവുകയാണ്. ഈ അനൗൺസ്മെൻറ്റ് പോകുന്നത് ഈ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പം സ്ട്രോക്ക് നഴ്സ്, ന്യൂറോളജിസ്റ്റ്, ന്യൂറോളജി റെസിഡൻറ്റ്, റേഡിയോളജി ടെക്നീഷ്യൻസ്. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി MRI പേഷ്യന്റ് അതെ ഉണ്ടാവും, അവരെ മാറ്റി മാറ്റി പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം കയറ്റുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുക, സ്ട്രോക്ക് പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ചിലപ്പം 4.5 മണിക്കൂറിൻ്റെ വക്കിലായിരിക്കും എത്തുന്നത്, ആശുപത്രിയിൽ എത്തുന്നത്. നമ്മൾ കാരണം ഒരു മിനിറ്റ് നേരത്തെ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ 1 മിനിറ്റ് നേരത്തെ ഇപ്പോൾ നമ്മൾ CTയിൽ കയറ്റി, അപ്പോഴേക്കും CTയിൽ വേറെ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് എമർജൻസി അല്ലെങ്കിൽ അത് മാറ്റി ഇവരെ കയറ്റുന്നു, അവിടെ വെച്ച് നോക്കുന്നു, അപ്പം തന്നെ മരുന്ന് CTക്കകത്ത് വെച്ച് മരുന്ന് കൊടുക്കും. എല്ലാം പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്തുക. എത്ര സമയം കൊണ്ട് ഒരു രോഗി ഇപ്പോൾ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ഈ ത്രോംബോലൈസിസ് ചികിത്സ കൊടുക്കാൻ പറ്റും? നമുക്ക് ബെസ്റ്റ് സിനാരിയോ നമ്മൾ 10 മിനിറ്റിനകത്ത് നമുക്കത് സാധ്യമാണ്. പേഷ്യന്റ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ആംബുലൻസിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റുള്ള മരുന്ന് 10 മിനിറ്റിനകത്ത് സാധ്യമാണ്. എപ്പോഴും നടക്കണമെന്നില്ല നമുക്ക്. എന്നാലും നമ്മുടെ ഒരു ഡേറ്റ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 90% കേസുകളിലും നമുക്ക് 30 മിനിറ്റിനകത്ത് ഇത് ചെയ്യാൻ പറ്റാറുണ്ടല്ലേ? എന്താ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് എന്താ പറയണത്? 60 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 45 മിനിറ്റ്സിനകത്താണ് ബെസ്റ്റ്. 60 മിനിറ്റ്സിനകത്ത് ഇറ്റ്സ് റെക്കമെൻഡഡ്. ഡോർ ടു നീഡിൽ ടൈം, ഡോറിൽ പേഷ്യന്റ് എത്തി മരുന്ന് കൊടുത്തു വരാനുള്ള സമയം 45 മിനിറ്റ് ആണ് റെക്കമെൻഡേഷൻ. എങ്കിലും നമുക്ക് പലപ്പോഴും 10 മിനിറ്റിലൊക്കെ ചെയ്യാറുണ്ട്. 10-15 മിനിറ്റിൽ ബെസ്റ്റ്. തീർച്ചയായും അത് വളരെ വലിയ കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി അവർക്കൊരു കോറിഡോർ കൊടുക്കുകയാണ്. സ്ട്രോക്ക് പേഷ്യൻ്റ് ഒരു എമർജൻസി കോറിഡോർ കൊടുക്കണം. നമ്മൾ പലപ്പോഴും ട്രാഫിക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ആശുപത്രിക്കകത്ത് ഒരു കോറിഡോർ കൊടുക്കുകയാണ് ഇവർക്ക്. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്തു തീർത്ത് എത്രയും പെട്ടെന്ന്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മിനിറ്റിലും 20 ലക്ഷം ന്യൂറോൺസുകൾ നഷ്ടപ്പെടുന്ന ഈ അവസരത്തിൽ അത് വളരെ പ്രധാനം തന്നെയാണ്. ഓക്കെ, എവിടെയാണ് ഈ ആസ്പിരിൻ്റെ റോള്? ആസ്പിരിൻ വളരെ ഒരു റെവല്യൂഷണറി മെഡിസിനാണ്. അപ്പം സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മെഡിസിൻ ആസ്പിരിൻ ആയിരുന്നു ഒരു 96 മുമ്പ് വരെ. കാരണം അന്ന് വേറെ ഓപ്ഷൻസ് ഇല്ല. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ സ്ട്രോക്ക് വന്ന ഈ സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കുക, ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. ആസ്പിരിന് അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ അല്ലെങ്കിൽ ഡാബിഗാട്രൻ അല്ലെങ്കിൽ എലിക്വിസ് ഇങ്ങനത്തെ മെഡിസിൻസ് ഇത് കൂടുതലും ഇനിയും ഒരു സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ആ ഒരു രണ്ടാമത്തെ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനത്തെ മെഡിസിൻസ് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഡിസിൻസൊക്കെ അത് ഈ സ്ട്രോക്ക് ഉണ്ടായതിൻ്റെ കാരണം അനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആസ്പിരിൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ക്ലോപ്പിഡോഗ്രൽ എന്നുള്ളതല്ല. ആ പേഷ്യൻറ്റിന് വന്ന സ്ട്രോക്കിൻ്റെ കാരണം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പക്ഷേ ആ മരുന്ന് പിന്നെ ലൈഫ് ലോങ് ആണ്, വീണ്ടും ഒരു സ്ട്രോക്ക് വരായി. കാരണം അവർ ലൈഫ് ടൈം റിസ്ക് ഹൈ ആണ്. അപ്പോൾ ഒരു സ്ട്രോക്ക് രോഗിയെ സംബന്ധിച്ച് ആസ്പിരിൻ ഒരു വളരെ പ്രധാനപ്പെട്ട മരുന്നാണ് അല്ലേ? പക്ഷേ ഒരു അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രോക്കിൽ പെട്ടെന്നൊരു സ്ട്രോക്ക് വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകളിൽ ആക്ട് ചെയ്യാൻ ആസ്പിരിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ മെഡിസിൻ കൊടുക്കും. നമ്മൾ ലോഡിംഗ് ഡോസ് അത് കൊടുക്കും. കാരണം ഇപ്പം നമ്മൾ ഇപ്പം സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരുന്ന ത്രോംബോളിസിസ് ത്രോംബെക്ടമി ഓപ്ഷൻ അല്ലാത്ത പേഷ്യൻസിൽ നമ്മൾ അത് കൊടുക്കും. കാരണം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് വഴിയെ മറ്റൊരു സ്ട്രോക്ക് അത് മോശമാവാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കും. പക്ഷേ ഒരു സ്ട്രോക്ക് രോഗിയെ സംബന്ധിച്ച് വീണ്ടും ഒരു സ്ട്രോക്ക് വരാതിരിക്കാൻ അതിൻ്റെ അത് വളരെ പ്രധാനമാണ് അല്ലേ ആ മരുന്ന്? ആൻഡ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കൽ സ്ട്രോക്ക് വന്ന രോഗികൾ ഒരു 5-6 മാസം കൊണ്ട് പൂർണ്ണമായി റിക്കവറി വരികയും ഈ പറഞ്ഞ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് പൂർണ്ണമായി റിക്കവറി വരികയും
പിന്നെ മരുന്ന് നിർത്തുന്നു. പല കാരണങ്ങളാൽ. ഏറ്റവും പ്രധാനം നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മെസ്സേജുകൾ അല്ലേ? അത് വന്ന് നിങ്ങൾ വെറുതെ മരുന്ന് മാഫിയയ്ക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ രോഗികൾ അല്ലേ? കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് മരുന്ന് നിർത്തുന്നു. എൻ്റെ അടുത്ത പ്രാവശ്യം വരുന്ന സ്ട്രോക്ക് ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ട്രോക്കിൻ്റെ റെക്കറൻസിൽ എസ്പെഷ്യലി ഒരിക്കൽ സ്ട്രോക്ക് വന്ന രോഗികൾ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് മരുന്ന് നിർത്തുന്നത് തന്നെയാണ്. മരുന്ന് നിർത്തുന്ന ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ ചിലരുടെ കേസിൽ ഇപ്പം വളരെ കാലമായിട്ടുള്ള നിയന്ത്രിക്കാത്ത ഷുഗേഴ്സ്, കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെ ആ ഒരു തലച്ചോറിലെ രക്തക്കുഴലുകൾ ഒന്നോ രണ്ടോ അല്ല, എല്ലാ രക്തക്കുഴലുകളിലും ഡാമേജ് കാണും. അപ്പോൾ അവർക്ക് ഇൻഹറൻ്റ്ലി വീണ്ടും സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ റിക്കറൻസ് മരുന്ന് കഴിച്ചാൽ പോലും ചിലപ്പോൾ വരും. അപ്പം അതുപോലെ ഒരു റിക്കറൻസ് ചാൻസ് ഉള്ള അസുഖമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മരുന്ന് നിർത്തുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഒരിക്കൽ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളിപ്പോൾ ഇത്രയും നേരം സ്ട്രോക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. എപ്പോഴും സ്ട്രോക്ക് വരാതിരിക്കുന്നതാണല്ലോ ഏറ്റവും ബെസ്റ്റ് അല്ലേ? എന്തൊക്കെയാണ് പ്രിവെൻഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സ്ട്രോക്ക്? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി? നമ്മൾ സ്ട്രോക്ക് ഇപ്പം നമുക്ക് രണ്ടായിട്ട് അതിനെ കാണാം. ഇപ്പം പ്രായമായി വരുന്ന സ്ട്രോക്ക്, അപ്പോൾ നമ്മൾ ഒരു 50 വയസ്സിന് മുകളിൽ വരുന്ന സ്ട്രോക്ക് വരുന്ന രോഗികളിൽ മിക്കവാറും ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിത വണ്ണം, സ്ട്രെസ്സ്, വ്യായാമക്കുറവ്, പുകവലി, ഉറക്കത്തിൽ കൂർക്കം വലി, പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് ഈവൻ ഓറൽ ഹൈജീൻ ഒരു സ്ട്രോക്ക് റിസ്ക് ഫാക്ടറാണ്. പുവർ ഓറൽ ഹൈജീൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. അപ്പം ഈ കാരണങ്ങളെല്ലാം അവിടെ പ്രായമായി വരുന്ന സ്ട്രോക്കുകൾക്ക് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പം അത് വ്യായാമക്കുറവ്, അല്ലെങ്കിൽ നമ്മളെ ഇരുന്ന് ജോലി ചെയ്യുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഇതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഒരു വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഷുഗർ, പ്രഷർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണക്രമം തന്നെയായിരിക്കും അല്ലേ? ഭക്ഷണം അത് ഞാൻ വിട്ടുപോയി. ഭക്ഷണം, മെറ്റബോളിക് സിൻഡ്രോം, അതായത് ബേസിക്കലി ഈ പ്രമേയമായാലും ശരി, പ്രഷർ ആയാലും ശരി, കൊളസ്ട്രോൾ, ഹൈപ്പർ കൊളസ്ട്രോളേമിയ ആയാലും ശരി, ഇതെല്ലാറ്റിൻ്റെയും ഫാക്ടറി എന്ന് പറഞ്ഞത് നമ്മുടെ കുടവയറ് തന്നെയാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന് ഒരുപക്ഷെ നമ്മൾ എല്ലാം തന്നെ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വേണ്ടതിനും വളരെ കൂടുതലാണ് അല്ലേ? കലോറി കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് ഇല്ല. നമുക്ക് കുഴിമന്തിയും ബിരിയാണി കടകളും മാത്രമേ കൗണ്ട് ചെയ്യാൻ അറിയുള്ളൂ. കാലറി കൗണ്ട് ചെയ്യാൻ നമുക്കറിയില്ല. അത് വളരെ മോശം പ്രവണത തന്നെയാണ് അല്ലേ? നമ്മൾ എപ്പോഴും ഈ അരിയാഹാരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികളെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അരിയാഹാരമാണ്. നമ്മൾ രാവിലെ മുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അരിയാഹാരമാണ് നമ്മുടെ. അപ്പം അത് ഒരു ഫാക്ടറാണ്. കാർബോഹൈഡ്രേറ്റ്സ് കാലറി കൂടുന്ന വഴി അല്ലേ? ശരി. അപ്പോൾ അതുപോലെ തന്നെ വ്യായാമം, അതൊന്ന് കലോറി സ്പെൻഡ് ചെയ്യും. അത് മാത്രമല്ല വ്യായാമം, നിത്യേനയുള്ള വ്യായാമം ഡെഫിനറ്റ്ലി നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ഭയങ്കരമായി കുറയ്ക്കും. അപ്പോൾ ഷുഗർ, പ്രഷർ തുടങ്ങിയ മെറ്റബോളിക് സിൻഡ്രോമിലുള്ള മറ്റു കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആഹാരക്രമം കറക്റ്റ് ആക്കുക, അതുപോലെ നിത്യമായി വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ ഇവ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം ഇരുട്ടാക്കൽ അല്ലേ? എനിക്ക് ഷുഗർ ഇല്ല, എനിക്ക് പ്രഷർ ഇല്ല, എനിക്ക് വരില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ ചെറിയ പ്രഷറേ ഉള്ളൂ. മരുന്ന് കഴിക്കാതിരിക്കുന്നത് വളരെ സാധാരണമാണ്. നിർഭാഗ്യവശാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പലപ്പോഴും ചെയ്യുക അല്ലേ? അതെ. അതിന് പ്രൊഫഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല.
ഏറ്റവും മേജർ നല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലും ബെസ്റ്റ് പ്രൊഫഷണൽസിലും ഇതേ രീതി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വ്യായാമം വഴിയും ഭക്ഷണ നിയന്ത്രണം വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മരുന്ന് വെച്ച് അത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനമാണ്, അല്ലേ? പ്രിവെൻഷന് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയായിരിക്കും. സ്ട്രോക്ക് വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സ്ട്രോക്ക് വന്നവരും ഇത് തന്നെ ഫോളോ ചെയ്യണം, ഇതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യണം. കാരണം അവർക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള റിക്കറൻസിന് കാരണവും ഈ പറയുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ അല്ലാതിരിക്കുന്നത് തന്നെയാണ്. അപ്പം അത് സ്ട്രോക്ക് വന്നവരും ഇതേപോലെ തന്നെ മെറ്റിക്കുലസ് ആയിട്ട് ചെക്ക് ചെയ്ത് മെഡിസിൻസ് അതിനനുസരിച്ച് ഡോസ് മോഡിഫൈ ചെയ്ത് ഇതൊക്കെ കൺട്രോളിൽ കൊണ്ടുവരണം. നമ്മളിതിനെല്ലാം ടാർഗറ്റ് ഉണ്ട്. പ്രഷർ എത്ര വേണം, ഷുഗർ എത്ര വേണം, വെയിറ്റ് എത്ര വേണം, കൊളസ്ട്രോളിൽ LDL എത്ര വേണം എന്നുള്ളതിനെല്ലാം റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തുടക്കത്തിൽ 1 in 3 months, പിന്നെ 6 months അറ്റ്ലീസ്റ്റ് ആനുവൽ, പിന്നെ അങ്ങോട്ട് ആനുവൽ ചെക്കപ്പ് എങ്കിലും ചെയ്തിട്ട് ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. കറക്റ്റ്. യുവാക്കൾക്കിടയിൽ ഇപ്പോൾ സ്ട്രോക്ക് കൂടുതലായി കാണുന്നില്ലേ? എന്താണ് അതിന് കാരണം? അതിന് കാരണം യുവാക്കളുടെ ഇടയിൽ സ്ട്രോക്ക് നമുക്ക് പല രീതിയിലുണ്ട്. അപ്പം അവർക്ക് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പറയുന്ന രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി അങ്ങനെ കാരണം വരാം, അല്ലെങ്കിൽ ഹാർട്ടിൽ ചെറിയ ഹോളുകളോ അങ്ങനെ PFO അങ്ങനത്തെ ഹോളുകളുള്ള അവർക്ക് സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ യുവാക്കളെന്ന് നമ്മളിന്ന് കരുതുന്ന 30-35 വയസ്സുള്ളവർക്കും പ്രഷറും ഷുഗറും എല്ലാം ഉണ്ട്. അപ്പം ആ ഒരു ഏജ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്ന് കുറഞ്ഞു വരികയാണ്. 30 വയസ്സിലെ ഷുഗറും നമ്മൾ 40 വയസ്സിലെ ഒരാളെ കാണുമ്പോൾ 15 കൊല്ലമായിട്ട് ഷുഗറുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഏജ് കട്ട് ഓഫും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും നാച്ചുറലി അതിന് സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. കറക്റ്റ്. എന്തായാലും നമ്മൾ സ്ട്രോക്കിൻ്റെ ഒരു 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 ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി നമുക്ക്, അല്ലേ? നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ വളരെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അസുഖത്തിൻ്റെ ചികിത്സാ സമ്പ്രദായത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച തലമുറയാണ് നമ്മൾ. അപ്പോൾ മറ്റൊരു സ്ട്രോക്ക് ദിനം വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്രാവശ്യത്തെ സ്ട്രോക്ക് ദിന സന്ദേശം? ഈ വർഷം വേൾഡ് ഹെൽത്ത് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എവറി മിനിറ്റ് കൗണ്ട്സ്, ഓരോ മിനിറ്റും അമൂല്യമാണ്. സോ ബി ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നോക്കുക, ഫാസ്റ്റ് ആയിട്ട് അത് നോക്കുക, ആക്ട് ഫാസ്റ്റ്, എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തേടുക. സോ എവറി മിനിറ്റ് കൗണ്ട്സ്, ബി ഫാസ്റ്റ്, ആക്ട് ഫാസ്റ്റ്. തീർച്ചയായും ഈ രോഗത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് ഇനിയും എത്തണം. ഇത്രയും മുന്നേറ്റം ഈ 2015 ശേഷമാണല്ലോ ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമിയുടെ ഒക്കെ വരവ്. ഇതൊന്നും നിർഭാഗ്യവശാൽ വളരെ കുറച്ച് ജനങ്ങൾക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. തിങ്സ് ആർ ഇംപ്രൂവിങ്. അതെ, മെച്ചപ്പെട്ട് വരിക തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം, ഇത് സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കാനുള്ള അവബോധം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു, അല്ലേ? പ്രായമില്ല, എല്ലാവരിലും കുട്ടികൾക്ക് മനസ്സിലായാലും അത് അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്താമല്ലോ. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ചുള്ള അറിവ് എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ. എല്ലാ രോഗികളും എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് ആ രോഗം വന്നു എന്ന് മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ എത്താറുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.